എന്തൊക്കെയാണെന്ന് വെള്ളിയാഴ്ചൻ്റെ പ്രത്യേകത എന്നറിയോ? വഹുവ അഅ്ളമു ഇൻദല്ലാഹി മിൻ യൗമിൽ അദ്ഹാ വ യൗമിൽ ഫിത്ർ. ഈദുൽ ഫിത്തറിനേക്കാളും ഈദുൽ അദ്ഹയേക്കാളും അള്ളാഹുവിൻ്റെ അടുത്ത് പവിത്രമാണ് വെള്ളിയാഴ്ച ദിവസം. സുബ്ഹാനല്ലാഹ്. ചെറിയ പെരുന്നാളിനേക്കാളും ബലിപെരുന്നാളിനേക്കാളും അള്ളാഹുവിൻ്റെ അടുത്ത് ശ്രേഷ്ഠമാണ് വെള്ളിയാഴ്ച ദിവസം. ഫീഹി ഖംസു ഖിലാൽ, 5 കാരണങ്ങളാണ് അതിന് ഉള്ളത്. 5 വസ്തുതകൾ അതിന് കാരണങ്ങളാണ്. എന്തേ വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്ര അള്ളാഹു സ്ഥാനം കൊടുക്കാൻ കാരണം? ഖലഖല്ലാഹു ഫീഹി ആദമ അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് നടക്കുന്നത് അപ്പോഴാണ്. വെള്ളിയാഴ്ച ദിവസമാണ് അത്ര ആദം നബിയെ പടച്ചത് അള്ളാഹു ജല്ല ജലാലു. ആദം നബി അലൈഹിസ്സലാം എത്ര അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്തരമായ സ്ഥാനമുള്ള മഹാനാണ്. പിന്നെ പറഞ്ഞു ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വേണ്ടി ആദം നബിയെ ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയച്ച ദിവസവും വെള്ളിയാഴ്ചയാണ്. അത് ഖിലാഫത്താണ്. അള്ളാഹു ശിക്ഷയാക്കി പറഞ്ഞയച്ചു എന്നതിനെ പറയാൻ പറ്റൂല. കാരണം ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ സൃഷ്ടികളെ ഉദ്ദേശിക്കുന്നുണ്ട്. മലക്കുകളെ അഭിപ്രായം എന്താ? പിന്നെ സ്വർഗത്തിൽ ആദം നബി അലൈഹി സ്വലാം പടക്കുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞു ആദം നബിയുടെ ലക്ഷ്യം ഭൂമിയാണ്. ഭൂമിയിലേക്ക് വന്നു. വഫീഹി തുവഫിയ ആദം. നോക്കണം, ആ വെള്ളിയാഴ്ച തന്നെയാണ് സയ്യിദുന ആദം അലൈഹിസ്സലാം വഫാത്തായത്. ആദം നബിയുടെ വഫാത്ത് നടന്നതും വെള്ളിയാഴ്ചയാണ്. ജനിച്ചതും ഭൂമിയിലേക്ക് ഇറങ്ങിയത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ഹദീസിൽ ഈ 5 കാര്യങ്ങൾ. വഫീഹി സാഅത്തുൻ ലാ യസ്അലുല്ലാഹ ഫീഹൽ അബ്ദു ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. ആ വെള്ളിയാഴ്ച 1 മണിക്കൂർ സമയമുണ്ട്, ഒരു പ്രത്യേകമായ ഒരു ടൈം പീരീഡ്. ആ സമയത്തിനകം അള്ളാഹുവിനോട് ആര് എന്ത് ആത്മാർത്ഥമായി ഒരു മുഅ്മിനായ മനുഷ്യൻ ചോദിച്ചാൽ അള്ളാഹു നൽകിയിരിക്കും. ഭയങ്കര സംഭവമല്ലേ? ചോദിച്ചാൽ കിട്ടും. അത് അസറിൻ്റെ മഗ്രിബിൻ്റെ ഇടയിലാണ്. അത്രേ നമുക്കറിയുള്ളൂ. മഗ്രിബിനോട് ചേർന്ന് നിൽക്കുന്ന അവസാനത്തെ മണിക്കൂറാണ് എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അസർ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയമാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, വെള്ളിയാഴ്ച അസർ മഗ്രിബിൻ്റെ ഇടയിൽ എന്താണ് ചെയ്യാൻ പോണത് എന്ന്. അത്രയും അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ദിവസമാണ്. 5-ാമത്തേത് വഫീഹി തഖൂമുസ്സാഅ. ഖിയാമത്ത് നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമായിരിക്കും ഇൻഷാ അല്ലാഹ്. മാ മിൻ മലക്കിൻ മുഖറബിൻ, അല്ലാഹുവിൻ്റെ സാമീപ്യം നേടിയ അല്ലാഹുവിൻ്റെ മാലാഖമാർ, വലാ സമാഇൻ വലാ അർദിൻ, ആകാശങ്ങളും ഭൂമിയും, വലാ റിയാഹിൻ വലാ ജിബാലിൻ, കാറ്റുകളും പർവ്വതങ്ങളും, വലാ ബഹ്റിൻ, സമുദ്രങ്ങളടക്കം, ഇല്ലാ വഹുന്ന യുഷ്ഫിഖന മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം പിറക്കുന്നത് പേടിച്ചു കൊണ്ടിരിക്കുന്നവരാൾ നടക്കുമോ എന്ന് എല്ലാവരും പേടിക്കുന്ന ദിവസമാണ്. മനുഷ്യരും ജിന്നുകളും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ പർവ്വതങ്ങളും മലക്കുകളും ആകാശവും ഭൂമിയും കാറ്റുകളും സമുദ്രങ്ങളും പേടിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം ഖിയാമത്ത് നടക്കുമോ എന്ന്. വയൗമ യുൻഫഖു ഫിസ്സൂരി ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. അങ്ങനെയാണ്. ആകാശ ലോകത്തുള്ളവർ പേടിക്കുന്ന ദിവസമാണ്. വസ്ത്രമില്ലാതെയായിരിക്കും ഖിയാമത്ത് നാളിലേക്ക് വരിക എന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? യുഹ്ശറുന്നാസു ഹുഫാതൻ ഉറാതൻ ഗുർല. കാലിൽ ചെരുപ്പുണ്ടാവില്ല, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത വസ്ത്രമില്ലാത്ത രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ അത് മനുഷ്യർ വരുന്ന ഒരു രംഗമാണ്. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷേ ആദ്യമായി വസ്ത്രം അണിയിക്കപ്പെടുന്നത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിനാണ്. വഅവ്വലു മൻ യുക്സാ ഇബ്രാഹിമുൽ ഖലീലു അലൈഹിസ്സലാം. അങ്ങനെയുണ്ട്. തങ്ങളുടെ വല്ലിപ്പയാണ്. അതൊക്കെ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും. അമ്പിയാക്കന്മാർക്കൊക്കെ ഔലിയാക്കന്മാർക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ ഇബാദത്തിനും അമലിനും അനുസരിച്ച് നാളെ വസ്ത്രമുണ്ടെന്നാണ്. വസ്ത്രം അണിയിക്കപ്പെടും ഖിയാമത്ത് നാളിൽ. പക്ഷെ വരുന്ന വരവിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് അമ്പിയാക്കന്മാർക്കത് ബാധകമല്ല കേട്ടോ. അമ്പിയാക്കന്മാർ വസ്ത്രം ധരിച്ചവരായിട്ടാണ് വരുന്നത്. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പ്രത്യേകം നബി തങ്ങൾ എടുത്തു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പം ആയിഷ ബീവി ചോദിച്ചിരുന്നു നബിയെ, അപ്പോൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂലേ എന്ന് പറഞ്ഞു. ആയിഷ അവിടെ അതൊന്നും നോക്കുന്ന സമയമല്ല. അങ്ങനത്തെ ഒരു സെക്ഷൽ അപ്പറ്റൈറ്റ് ഒന്നും ഖിയാമത്ത് നാളിൽ മനുഷ്യനുണ്ടാവുക. ആ ഹോർമോൺസൊക്കെ മയ്യത്തായിട്ടുണ്ടാവും. മനുഷ്യൻ ഭീതിയിൽ നിൽക്കുന്നൊരു സമയമാണ്. എന്നിട്ട് പറഞ്ഞു, അവ്വലു മൻ യുക്സ ഇബ്രാഹീമുൽ ഖലീലു അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് വസ്ത്രം നൽകട്ടെ, അള്ളാഹു നമുക്ക് ഇസ്സത്തിൻ്റെ ആവരണം നൽകട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ, അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തുകൾ